അവർ നായാട്ടിന് പോയിരുന്നത് പ്രധാനമായിട്ടും പുലിയുടെ നഖം കിട്ടാൻ, ആനക്കൊമ്പ് കിട്ടാനാണ് അവർ പോയത്. തൃശ്ശൂർ ജില്ലയിൽ കയറിയിട്ട് വരന്തരപ്പള്ളി ചിമ്മിനി ഡാം വഴി പോയാൽ ഫോറസ്റ്റിൻ്റെ ബോട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോണ പോലെ പോലീസ് വരണ്ട കൂടെ ജീവൻ പണയം വെച്ചിട്ടുള്ള പോക്കാണ്. അവൻ പറഞ്ഞ ഇതനുസരിച്ച് ഈ മലയും കഴിഞ്ഞ് ഈ നെല്ലിയാമ്പതിയാണ്, അതിൻ്റെ പുറത്ത് ചമ്മണാമ്പതി ഉണ്ട്. ഇതൊക്കെ സഹ്യൻ്റെ ഇതുകളാണ്, നിബിഡ വനങ്ങളാണ്. നമുക്ക് പേടിയുണ്ട് കാരണം പുലികൾ. അവൻ തന്നെ പറയുന്നുണ്ട് എപ്പോഴും പകൽ പോലും പുലി കാണുന്ന സ്ഥലം എന്ന് പറയും. ഇവൻ പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു ചെന്നു നോക്കിയപ്പോൾ കറക്റ്റ് ഇയാളുടെ അസ്ഥി പൂക്കൾ വിതറിയ പോലെ പുലികൾ എന്തോ കടിച്ച് തിന്നിട്ടൊക്കെ ഭക്ഷിച്ചിട്ടുണ്ട്. ഭക്ഷിച്ചിട്ടുണ്ട് സാർ. അതുപോലെ തന്നെ ഒരു ക്രൈം നടക്കുമ്പോൾ ഈ പരാതിപ്പെടാതെ പോകുന്ന കേസുകളുണ്ട്. അതുപോലെ തന്നെ പോലീസിന് ഇൻറ്റിമേഷൻ കിട്ടുന്ന കേസുകളുണ്ട്. അതുപോലെ തന്നെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് മറ്റെവിടെന്നെങ്കിലും കിട്ടുന്ന, ഇപ്പോൾ പറഞ്ഞ പോലെ ആരെങ്കിലും പറഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു കത്തോ ലെറ്ററോ അങ്ങനെ വന്ന സാഹചര്യങ്ങളൊക്കെ ഇല്ലേ? പാലക്കാട് ജില്ലയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് റൂമകത്ത് കിട്ടുകയാണ്. ഒരു അത് ഇൻലൻഡാണ്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പഴയ ഇൻലൻഡിലാണ് ലെറ്റർ. ബാലനെ കാണാതായിട്ട് ഒരു മാസമായി, ബാലനെ കൊന്നതാണ്, ബാലൻ്റെ കൂടെയുള്ള ഇന്ന ആളുകൾ കൂടി കൊന്നതാണ്. ഇതാണ് ഇൻലൻഡിലെ ഇത്രേ ഉള്ളൂ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് അപ്പുറത്ത് മംഗല ഡാം എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിലുള്ള ഏരിയയാണ്. അതിൻ്റെ അപ്പുറത്താണ് വലിയ മലയും ഇതൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഇവർ സ്ഥിരമായിട്ട് ഒരു ടീം നായാട്ടിന് പോകും. അപ്പോൾ അത് കൊടുമനത്തിനുള്ളിൽ കൂടെ പോവുക. ഈ ഹെഡ്ലൈറ്റൊക്കെ വെച്ചിട്ട്, അതായത് ഇങ്ങനെ ടോർച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഇരട്ടക്കുഴൽ തോക്കൊക്കെ വെച്ചിട്ടാണ് അവർ നായാട്ടിന് പോവുക. അവർ നായാട്ടിന് പോയിരുന്നത് പ്രധാനമായിട്ടും പുലിയുടെ നഖം കിട്ടാൻ, ആനക്കൊമ്പ് കിട്ടാനാണ് അവർ പോയിരുന്നത്. അപ്പോൾ അങ്ങനെ പോണ കൂട്ടത്തിൽ 4 പേരും കൂടി പോയതാണ്. അപ്പോൾ ഒരു വിഷുവിന് ഒരു 2 ആഴ്ച മുമ്പാണ് അവർ പോണത്. വിഷുവിന് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട്. വിഷു ആയപ്പോഴേക്കും 3 പേര് വന്നു. ഒരാൾ മിസ്സിങ് ആണ്. അവനാണെങ്കിൽ അവൻ്റെ ഭാര്യയായിട്ടൊക്കെ വഴക്കടിച്ച് ഭാര്യയ്ക്ക് പോയി. ഒരു വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പണ്ട് ഈ സൂര്യ ഇതിനകത്ത് ഒരു ആദ്യം തുടങ്ങുന്ന ഒരു എപ്പിസോഡുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അതിൽ പറഞ്ഞൊരു കഥയാണ്. അങ്ങനെ ഈ പ്രതികളായിട്ടുള്ള ആൾക്കാരോട് പിടിച്ചുകൊണ്ട് നിർത്തി. അധികമൊന്നും മെനക്കെടേണ്ടി വന്നില്ല, അവർ സമ്മതിച്ചു. അതെങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ട് അവനെവിടെ പോയിന്ന് ആദ്യം ഇവരിങ്ങനെ കുറേ രീതിയിൽ അവനെ കാട്ടിൽ വെച്ച് കൂട്ടം തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ വിഷു എവിടെ അങ്ങനെയൊന്നും സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്ന ആളല്ല ഈ മോൻ. അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ പോയതാണ്. അല്ല, അത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോകും. ഇങ്ങനെ നായാടി പോലെ ഇങ്ങനെ പോണ ഒരുത്തനാണ്, നടപടി പോലെ പോകുന്ന ഒരുത്തനാണ്. എപ്പോഴെങ്കിലൊക്കെ വരും, അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ പോകുന്നവനാണ്. കുടുംബമായിട്ട് അങ്ങനെ വലിയ ബന്ധമുള്ളവനല്ല. വിഷുവായിട്ടും വരാണ്ടായപ്പോൾ അവൻ എവിടെ ഉണ്ടെങ്കിലും വിഷുവിൻ്റെ അമ്മേൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവനാണ്. അപ്പോൾ അമ്മ പലരോടും പറഞ്ഞിരുന്നു, ഇത് എവിടെ പോയി ഇവൻ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ കേട്ട അറിവ് വെച്ചിട്ടാണ് എനിക്ക് ഊമകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ സ്ഥലം ഇവനും കൊണ്ട്, അപ്പോൾ അവർ തോക്ക് എവിടെയെന്ന് വെച്ചു. തോക്ക് അവിടെ തന്നെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഈ സംഭവ സ്ഥലത്ത് തന്നെ. അവൻ പറഞ്ഞ ഇതനുസരിച്ച് ഈ മലയും കഴിഞ്ഞ് ഈ നെല്ലിയാമ്പതിയാണ്, അതിൻ്റെ പുറത്ത് ചമ്മണാമ്പതി ഉണ്ട്. ഇതൊക്കെ സഹ്യൻ്റെ ഇതുകളാണ്, നിബിഡ വനങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടേക്ക് പോവാം അവനും കൊണ്ട്. അപ്പോൾ അപ്പോൾ പറഞ്ഞു സാറേ ഞങ്ങൾ പോണ പോലെ പോലീസ് വരണ്ട കൂടെ ജീവൻ പണയം വെച്ചിട്ടുള്ള പോക്കാണ്. അവിടെ ഒരു നെരിപ്പോടുന്ന് എന്തോ പറഞ്ഞൊരു പോലെ സ്ഥലമുണ്ട്, പുലിയുടെ താവളമാണ് അവിടെ. അവിടേക്കൊന്നും സാറേ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ നമ്മളെ എത്തിക്കാതിരിക്കാനുള്ള വഴിയാണെന്ന് ചോദിച്ചു. അങ്ങനെ ഫോറസ്റ്റുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനൊരു വഴിയുണ്ട് നമുക്ക്. ഈ അവർ പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റാണ്. അത് നമുക്ക് ചിമ്മിനി ഡാം വഴി തൃശ്ശൂർ ജില്ലയിൽ കയറിയിട്ട് വരന്തരപ്പള്ളി ചിമ്മിനി ഡാം വഴി പോയാൽ ഫോറസ്റ്റിൻ്റെ ബോട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവിടേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ സന്നാഹം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ബോഡി ഉണ്ടെന്നുള്ള നമ്മുടെ ഒരു സങ്കല്പം, തോക്കുണ്ടെന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ അവിടെ ഒരു മാസം 1.5 മാസം കഴിഞ്ഞു. അപ്പോൾ സാധാരണ എനിക്ക് ഒരു ബോഡി ഓപ്പണായിട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് അത് എല്ലും മാത്രമായിട്ട് മാറും. ഭൂമിക്ക് അടിയിലാണെങ്കിൽ അത് ചിലപ്പോൾ 2 മാസം അഴുകിയിരിക്കുന്നു. ഓപ്പൺ എയറിലായി കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ സ്കെൽട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം, നമ്മളവിടെ എക്സ്ഹ്യൂമേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അത് അവിടെ വെച്ച് തന്നെ ചെയ്യുന്ന, സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം എക്സ്ഹ്യൂമേഷൻ. അപ്പോൾ അതിന് പോലീസ് സർജൻ വേണം. പിന്നെ അവിടെ ഒരുപാട് സയൻറ്റിഫിക് എവിഡൻസുകളുണ്ട്. അവിടെ ചിലപ്പോൾ ബുള്ളറ്റ് അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ അതിന് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് വേണം, സാക്ഷികൾ വേണം.
ആ സാക്ഷികൾ കൂറുമാറാത്ത സാക്ഷികളായിരിക്കണം. ഈ വാശിയുള്ളൊരു കേസാണ്. അങ്ങനെ പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ 2 പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ കൂടെ വരാൻ തയ്യാറായി. അപ്പോൾ അവർ ഈ പ്രതി തന്നെ പറഞ്ഞു രാവിലെ 10 മണി ആവാണ്ട് അവിടെ നിന്ന് ഈ പുലികളും ഇതൊന്നും പോവില്ല. അങ്ങനെ ഇവിടെ നിന്ന് സന്നാഹങ്ങളോട് കൂടി രാജാറാം സാർ എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് സർജനുണ്ട് തൃശ്ശൂർ. രാജാറാം സാറിനോട് പറഞ്ഞപ്പോൾ അയാൾ വരാമെന്ന് പറഞ്ഞു. അന്നമ്മ ജോൺ എന്ന് പറയുന്ന സയൻറ്റിഫിക് അസിസ്റ്റൻ്റ്, അവരൊന്നും അമേരിക്കയിലാണ്, അവിടെ ടീച്ചറാണ്. അവർ വലിയ താല്പര്യത്തിനോട് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഏതെങ്കിലും കാരണവശാൽ ഒരു അറ്റാക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പോലീസ് വേണം. SP യോട് പറയുമ്പോൾ SP റിസർവിൽ നിന്ന് ഒരു 10 പോലീസുകാരെ തന്നു, തൂക്കും സാധനങ്ങളും തന്നു. അങ്ങനെ സന്നാഹമായിട്ടൊരു ബോട്ട്, പിന്നെ ഫോറസ്റ്റിൽ കയറണം എന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ വേണം. അത് ഫോറസ്റ്റിൻ്റെ ബോട്ട്, ഫോറസ്റ്റിൻ്റെ പെർമിഷൻ എല്ലാം കൂടി ചിമ്മിനി ഡാമിൻ്റെ ഇവിടെ നിന്ന് ബോട്ടിൽ കയറി അവർ പറയണ തറയപ്പം പറയുന്നത് ഇതാണ് സാർ സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പേടിയുണ്ട്, കാരണം പുലികൾ അവൻ തന്നെ പറയുന്നുണ്ട് എപ്പോഴും പകൽ പോലും പുലി കാണുന്ന സ്ഥലം എന്ന് പറയും. പുലികൾ വെടിവെക്കാനൊന്നും നമുക്ക് അതില്ലല്ലോ. ഒന്നും പറ്റില്ലെങ്കിൽ ബോട്ടിൽ കയറി പോരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു അറ്റംപ്റ്റാണ് ഇതിനകത്ത്. ഇപ്പോൾ കൂടുതലവർക്കും അത്യാവശ്യം പേടിയുണ്ട്. നമ്മൾ അങ്ങനെയാണ് ഉള്ളിൽ പോകണ്ട. കരയിൽ അവൻ പറഞ്ഞ അത്രയും ഉള്ളിൽ പോയിട്ടില്ല സാറേ, ഇതിനോട് ചേർന്നുണ്ട്. കാരണം ഇവരുടെയൊക്കെ ഇവൻ്റെ ഡ്രസ്സ് ഇവർ ഊരിയിട്ട് പുഴയിലിട്ടിട്ടുണ്ട്. അവനറിയാം ഈ ഡ്രസ്സുമൊക്കെ പോലീസ് നായ പിടിച്ച് കയറാൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ വെച്ചിട്ട് അതൊക്കെ ക്രിമിനൽസിനൊക്കെ അറിയാം. കാരണം പണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ മോഷിക്കാൻ വരുന്ന ഒരു മലമൂത്ര വിസർജനം നടത്തും. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാതെ വേണമെന്ന്. കാരണം വെച്ചാൽ പോലീസ് നായിക്ക് സ്മെല്ലിട്ടായിരിക്കാൻ വേണ്ടിയിരുന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ ഡ്രസ്സ്, ചെരുപ്പ്, ഈ സാധനങ്ങളൊക്കെ ഈ പുഴ ഇവിടെയാണ്, ഡാമിലാണ് സാർ ഒഴുക്കിക്കുന്നത്, ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ഒരു മരം, ഉണക്കമരം വീണെടുക്കുന്നുണ്ട്, അതിൻ്റെ അടിയിലാണ് തോക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബുദ്ധിയിൽ ഞാൻ ഒരു കാര്യം ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റൽ ഡിറ്റക്ടർ, ഒരു മാഗ്നറ്റ് കൂടി കൊണ്ടുപോയിട്ടുണ്ടായി. അതെനിക്ക് വേറൊരു അനുഭവമാണ്. കാരണം ഒരു ജില്ലയിൽ ചാവക്കാട് ഉണ്ടായ ഒരു CBI അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു കേസുണ്ട്. എനിക്ക് ഉമാദത്തൻ സാറും കണ്ടൊക്കെ ആയിരുന്നു അന്നത്തെ അതിന് വേണ്ടി നേതൃത്വം കൊടുത്തതുകൊണ്ട്. ഒരു കച്ചവടക്കാരൻ ഒരു ദിവസം അയാളെ കടയിലിരിക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങി വീണു. ആ സമയത്ത് നല്ലൊരു ഇടിവെട്ടുണ്ടായി. ഇടിവെട്ടേറ്റ് മരണപ്പെട്ടു, ഇടിമിന്നലേറ്റ് മരണപ്പെട്ടു. ഇതാണ് കേസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു അതങ്ങനെയല്ല, അയാളെ വെടിവെച്ച് വന്നതാണ് ടൗണിലെ കടയിൽ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് അവിടെയൊക്കെ നോക്കി അതിൻ്റെ കഫിൻ അപ്പോൾ കുഴിച്ചിട്ടിരുന്നു, ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ ഈ കഫിനിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ടും അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പോൾ അതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണോ ഉമാദ് സാറാണെന്ന് അറിയില്ല, ഒരു ബുദ്ധി തോന്നി ഒരു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് കാന്തം കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ അത് കയറി പിടിച്ചു ബുള്ളറ്റ്. അപ്പോൾ അത് ഇതിൻ്റെ അഴുകി ഇതിൻ്റെ അടിയിലായതുകൊണ്ട് ഇവർ ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിൽ നോക്കിയതാണ്. അപ്പോൾ ആ ഒരു മാഗ്നറ്റിൻ്റെ ഒരു കഥ എൻ്റെ മനസ്സിലുണ്ട്. ആ കഥ CBI എങ്ങനെയാണ് അത് തെളിയിച്ചത്. പിന്നെ അതിൽ പ്രതിയൊക്കെ അറസ്റ്റ് ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ വെടിയുണ്ട ഡബിൾ ബാരൽ വെടിവെച്ചിട്ടുണ്ട്. അത് നമുക്ക് തെളിവിന് വലിയ അത്യാവശ്യമാണ്. തോക്ക് അത്യാവശ്യമാണ്, ഈ ഇത് ആവശ്യമാണ്. ബാലിസ്റ്റിക് എക്സ്പെർട്ടാണ് അത് പരിശോധിക്കേണ്ട ആൾ, ഈ FSLലെ. അപ്പോൾ അതൊക്കെ കൊണ്ട് അവിടെ ഇറങ്ങി നോക്കി. അപ്പോൾ അവിടെയൊന്നും മൃഗങ്ങളൊന്നുമില്ല. ഇവൻ പറഞ്ഞ സ്ഥലത്തേക്ക് നടന്ന് ചെന്നു നോക്കിയപ്പോൾ കറക്റ്റ് ഈ ബോഡിയുടെ ഈ മരത്തിൻ്റെ താഴെ ഈ തോക്കുണ്ട്. അതിൻ്റെ ചുറ്റും ഈ ഇയാളുടെ അസ്ഥി പൂക്കൾ വിതറിയ പോലെ എടുക്കുകയാണ്. പുലികളെന്തോ കടിച്ച് തിന്നിട്ടൊക്കെ ഭക്ഷിച്ചിട്ടുണ്ട്. ഭക്ഷിച്ചിട്ടുണ്ട്, മൃതദേഹം ഭക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലുകൾ ഇങ്ങനെ വിതറി വെള്ള പൂക്കൾ വിതറിയ പോലെ ഇങ്ങനെ കെടുക്കുകയാണ് അവിടെ. അതൊക്കെ ഫോട്ടോ അന്നത്തെ ക്യാമറാമാനുടെ എല്ലാവരും എടുത്തു, സയൻറ്റിഫിക് എക്സിൻ്റെ എടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ചുറ്റും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവിടെ ചെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു, ആവശ്യമായിട്ടുള്ളത് ചാക്കിലാക്കി. അപ്പോൾ എന്തിനാണ് ഇവനെ കൊന്നതെന്ന് ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇവർ ഒരുമിച്ച് ചാരായം മാറ്റായിരുന്നു ഇവർക്ക് പണ്ട് പണി. അപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന അവൻ്റെ ചാരായം ഒറ്റ കൊടുത്തു എക്സൈസുകാർക്ക്. ഈ കൂടെയുള്ള രണ്ടുപേരും മത്സരമായപ്പോൾ അവന് കച്ചവടം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒറ്റ കൊടുത്തു. എക്സൈസുകാരിൽ നിന്ന് തന്നെ അവന് വിവരം കിട്ടി ഇത് ഇവനാണ് ഒറ്റ കൊടുത്തതെന്നുള്ളത്. അപ്പോൾ ഇവനെ നേരിട്ട് കൊന്നു കഴിഞ്ഞാൽ ആൾക്കാർ സംശയിക്കും. അപ്പോൾ അന്നുകൊണ്ട് ഈ ബുദ്ധി, മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വരാതെ കൊല്ലുക എന്നുള്ള ആ ഒരു ബുദ്ധി. അങ്ങനെ ഇവനങ്ങനെ നായാട്ടൊന്നും പോകാറില്ല. ഇവനെ നിർബന്ധിച്ച് സ്നേഹം കൂടി നല്ലോണം കൂടി ഒന്നും അറിയാത്ത പോലെ ഇവർ കൂട്ടിക്കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നിരുന്ന് അവിടെ ഒരു ചെറിയ ടെൻറ്റൊക്കെ പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഒരു 8 മണി, രാത്രി 8 മണിയായപ്പോൾ ഇവൻ മലമൂത്ര ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിക്കിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അകലേക്ക് മാറിപ്പോയി ഈ ആയിട്ടുള്ള ആൾ.
ആ ഇരിക്കണ സമയം നോക്കിയിട്ട് ഇവൻ പുറകെ കൂടെ വന്ന് ഷോർട്ട് റേഞ്ചിൽ ഡബിൾ ബാരൽ വെച്ചിട്ട് ഫയർ ചെയ്തു. അപ്പോൾ കൂടെ 2 പേരും കൂടി ഉണ്ട്. അവർക്ക് ഇതിനകത്ത് വാസ്തവത്തിൽ ഒരു റോളും ഇല്ല. പക്ഷെ അവരെ പ്രധാന റോൾ എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിച്ചത്. പഴയ IPC 201 201 തെളിവ് നശിപ്പിക്കൽ. കാരണം അവർ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ക്രൈം ഉണ്ടായിട്ടും അത് പോലീസിനോട് വെളിപ്പെടുത്താത്തത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് അവർ A2A3 എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കിട്ടിയതിനകത്ത് സാക്ഷികളാണെങ്കിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരും. അപ്പോൾ കേസ് നല്ല രീതിയിൽ നടന്നു. അവന് ജീവപര്യന്തം ശിക്ഷ, ഈ അമ്മയ്ക്ക് 1,00,000 രൂപ, മറ്റു 2 പ്രതികളെ വെറുതെ വിട്ടു. അപ്പോൾ അതൊരു ഇല്ലൻറ്റുമ്പ് കിട്ടിയ ഒരു തുരുമ്പായിരുന്നു അതിനകത്ത്.